നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയ കുറച്ച് കോമൺ ആയ എല്ലാ ഏഡി നെക്ലസുകളും നോക്കിയാലോ. ഒരു 5-8 ഡിസൈൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ആ കാണിക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ നെക്ലസിലേക്ക് കാണാം. അപ്പോൾ നെക്ലസ് കാണിക്കുന്നതോട് കൂടിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞുതരാം. ഒരു ഏഡി സ്റ്റോൺ വെച്ച ഏഡി നെക്ലസ് മാത്രമല്ല, ഇത് ട്രഡീഷണൽ കൂടിയാണ്. ഇവിടെ ഇതിനൊക്കെ നമ്മൾ ഉള്ളി ടൈപ്പ് എന്നാണ് പറയുക. അതായത് ഈ സ്വർണ്ണത്തിലൊക്കെ ഉള്ളി ടൈപ്പ് തന്നെയാണ് പറയുക. ഇടയിലേക്ക് കുരുമുളക് വെച്ചിട്ട് പ്ലസ് നമ്മൾ ഈ റൂബി സ്റ്റോൺ ആണ് പറയുന്നത്, ഏഡിയാണ്. നമ്മളിത് എത്ര വട്ടം പ്ലേറ്റ് ചെയ്താലും അതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ അതേ കളർ തന്നെ നമ്മൾ എത്ര വട്ടം പ്ലേറ്റ് ചെയ്താലും നമുക്ക് കിട്ടും. ഇപ്പോൾ ഫാൻസിലൊക്കെ വരുന്ന സാധാ കല്ലൊക്കെ ഓരോ വട്ടം പ്ലേറ്റ് ചെയ്യുമ്പോൾ അത് കറുത്ത് പോകും. അതായത് നമ്മൾ പ്ലേറ്റിംഗ് സെക്ഷനിൽ ഹീറ്റൊക്കെ ചെയ്യുമ്പോൾ കറക്കും. ഇത് ആ പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതിന് അടിയിൽ ആടുന്നതാണ്, സ്റ്റിഫല്ല. ഇത് നമ്മൾ സാധാ ഒരു നെക്ലസിന് ഇറക്കണ വരിക കേട്ടോ. സെൻറ്ററിൽ നമ്മളൊരു ലവിൻ്റെ മയിലിന് അങ്ങനത്തെ ഒരു ഡിസൈനാണ് വരിക. പിന്നെ ഇവിടെ സെൻറ്ററിൽ ഒരു ലോക്കറ്റ് ഉണ്ട്, അതിൽ സെൻറ്ററിൽ സ്റ്റോൺ ഉണ്ട്. പിന്നെ മയിലിൻ്റെ ഡിസൈനിലെ ലോക്കറ്റ്, വലിയ ലോക്കറ്റിന് വലിയ സ്റ്റോൺ, ചെറിയൊരു സ്റ്റോണുകളാണ്. പിന്നെ നമുക്ക് ഒരു 3+3 ഉള്ളിയാണ് വരുന്നത്, ലെഫ്റ്റ് റൈറ്റും. അതിൻ്റെ ഇടയിൽ കുരുമുളക് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ചെയിൻ വരുന്നത് നമുക്ക് ഇങ്ങനത്തെ ലോക്കറ്റൊക്കെ ഇടാനായിട്ട് കൊണ്ടുപോകണ പൂപ്പില ടൈപ്പ് റൗണ്ട് ചെയിനാണ് വരുന്നത്. ഇതൊക്കെ നല്ല ഡിസൈൻസാണ് കേട്ടോ. നമുക്കിവിടെ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കൂടുതൽ ഹിന്ദുസാണ് നമ്മളിത് സെലക്ട് ചെയ്യാറ്. ഇത് രണ്ടാമത്തെ നെക്ലസാണ്, ഏഡിയാണ്. ഇതിൽ മറ്റേ സ്റ്റോൺസ് കൂടുതലാണ് കേട്ടോ. സ്റ്റോൺ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് നല്ല റേറ്റും കൂടും. ഇതൊരു ട്രഡീഷണൽ ടൈപ്പ് തന്നെയാണ്, റൂബി സ്റ്റോൺ ആണ് വരുന്നത്. ഇതിൻ്റെ വൈറ്റും ഉണ്ട്. വൈറ്റ് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതിൻ്റെ ചെയ്യാൻ വരുന്നത് നമ്മുടെ സ്വർണ്ണത്തിൽ വരുന്ന ആക്ച്വൽ ചെയിനാണ്, 3 ലൈൻ ബോക്സ് എന്ന് പറയും. അതായത് നല്ലൊരു SP ചെയിനാണ്. ഇത് നമ്മൾ ഇപ്പോൾ സ്വർണ്ണത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. ഏത് ആംഗ്ലറ്റ് ചെയിൻ, കൈ ചെയിൻ, അതൊക്കെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് കുറച്ച് ട്രെൻഡിങ് ആണ്, ഇമിറ്റേഷൻ ഗോൾഡിൽ. പിന്നെ അതുപോലെ തന്നെ ഈ നല്ലൊരു ഫിനിഷിങ്ങുള്ള വർക്കാണ് കേട്ടോ. സ്റ്റോണൊക്കെ വെച്ചിരിക്കുന്നതാണ്. വലിയൊരു പെൻഡൻ്റ് ടൈപ്പാണ് വരുന്നത്. വലിയ മീൻസ് ഒരു മീഡിയത്തിൻ്റെയൊക്കെ കുറച്ചുകൂടി വലുത്. പിന്നെ അടിയിൽ മണി സ്റ്റിഫല്ല, മൂവിങ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പ്രൈസൊക്കെ അറിയണമെങ്കിൽ ഞാൻ കോൺടാക്ട്സിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നമ്പറൊക്കെ കൊടുക്കാം, വാട്സാപ്പ് നമ്പർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. 2 നമ്പറുണ്ട്, ഏതെങ്കിലും ഒരു നമ്പർ എന്തെങ്കിലും തരുന്നതാണ്. ഇതിൻ്റെ ബാക്ക് ചെയിനാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. ഇറക്കം വേണമെങ്കിൽ ഇറക്കം കൂട്ടാം, കുറയ്ക്കാം, എന്താണ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വൈറ്റും കൂടി ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഈ മൂന്നാമത്തെ നെക്ലസ് നമ്മുടെ പക്ക ഏഡി സ്റ്റോൺ ആണ്. ഈ ബ്രൈഡൽ ടൈപ്പും അല്ലെങ്കിൽ ബ്രൈഡൽസിൻ്റെ ഒപ്പം നിൽക്കുന്ന ബേഡ്സിനും അവരുടെ മദർക്കൊക്കെ സിമ്പിളായിട്ട് ഇടുന്ന ടൈപ്പ് നെക്ലസ് ആണ്. ഇത് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ. ഈ ഡിസൈൻ തന്നെയാണ് മൊത്തത്തിൽ വരുന്നത്. സ്റ്റോൺ നമുക്ക് ഗമ്മ് ചെയ്ത് ഒട്ടിച്ച സ്റ്റോണല്ല, നമുക്കത് പിടുത്തുള്ളതാണ് കേട്ടത്. സ്റ്റോണിൻ്റെ ഈ സൈഡ് നോക്കി അറിയാം, നമുക്ക് ബോൾസ് പോലെ കാണില്ലേ, അതൊക്കെ നല്ല പിടുത്തമാണ്. സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്.
ഇനി അഥവാ സ്റ്റോൺ പോവാണെങ്കിലും നമുക്ക് സ്റ്റോൺ അതിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ ആയിട്ട് വരുന്നത്. ബാക്ക് ചെയിനാണ്, അതിൻ്റെ കുഴപ്പമില്ല. നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം, കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതാണ്. ഇത് 4ാമത്തെ 8 സ്റ്റോൺ തന്നെയാണ്. ചെറിയ ചെറിയ സ്റ്റോണുകളാണ് കേട്ടോ. അതിൽ വൈറ്റ് സ്റ്റോണാണ് മെയിനായിട്ട് വരുന്നത് ഫുള്ള്. ഇതിലിപ്പോൾ യു ടൈപ്പ് മാത്രമല്ല, സെൻട്രൽ ഒരു ഫ്ലവർ ടൈപ്പും അതിൽ സെൻട്രൽ ഒരു വലിയൊരു സ്റ്റോണുണ്ട്, വൈറ്റ് സ്റ്റോണുണ്ട്, പിന്നെ ചെറിയൊരു ഞാലുണ്ട് ലോക്കറിൻ്റെ താഴെ. അത് പിന്നെ ഇങ്ങനെ കോമൺ ആയിട്ട് ലെഫ്റ്റും റൈറ്റിലേക്കും സെയിം ഡിസൈൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ബാക്ക് ചെയിൻ വരെ അത് തന്നെയാണ്. ബാക്കിൽ ബാക്ക് ചെയിൻ ഉണ്ട്, ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ലീഫ് ടൈപ്പാണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് റൈറ്റും സെയിം ഡിസൈൻ തന്നെയാണ്. പിന്നെ അതെല്ലാം വന്നിട്ട് കണക്ട് ചെയ്യുന്ന അടിയിൽ ഒരു വലിയൊരു ഫ്ലവർ, ആ ഫ്ലവറിൻ്റെ താഴെ വീണ്ടും ഒരു ചെറിയൊരു ലീഫ് ടൈപ്പ് ഡ്രോപ്സ് പോലെ തൂങ്ങി കിടക്കുന്നു. വൈറ്റ് സ്റ്റോണാണ് മൊത്തം വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നതാണ്.